Hey guys, guess what? We are making steak today. So നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റിബായ് ടോപ്പ് ക്വാളിറ്റി സ്റ്റേക്ക് ആണ്. ഒരു സ്റ്റേക്ക് ഡിന്നർ ആണ് ഉണ്ടാക്കുന്നത്. സിമ്പിൾ റെസിപ്പിയാണ്. സോ അതിനുവേണ്ടി 2 റിബായ് സ്റ്റേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു ചെറിയ വയറ്റുന്ന ഒരു പരിപാടിയും ബീൻസ് വെച്ചിട്ട് ബേക്കനൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു പരിപാടി. ഇവ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വെൽക്കം ടു അനദർ സെക്ഷൻ ഓഫ് കുക്കിംഗ് വിത്ത് JJP. ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഒരു ഓയിൽ ഒഴിച്ച് നമുക്ക് ഇതിനെ ഒന്ന് നല്ലോണം ഒന്ന് മസാജ് ചെയ്തെടുക്കാം. എല്ലായിടവും നല്ലോണം ഓയിൽ പുരട്ടി ശേഷം നമ്മളിടുന്നത് നമ്മൾ കുറച്ച് കുരുമുളക്, എല്ലാ സൈഡിലും പുരട്ടിയേക്കണം. അതിനുശേഷം നമ്മളിടുന്നത് ഉപ്പ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഉണ്ടല്ലോ, ഫ്രീസറിന് എടുത്തിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചർ ആവാൻ വേണ്ടി ഒരു 30 മിനിറ്റ്സ് വെച്ചാൽ മതി. സോ ഇപ്പം റൂം ടെമ്പറേച്ചറായി വരും. കുറച്ച് ഉപ്പ് എല്ലാം പുരട്ടി അതിനുശേഷം ഞാൻ സാധാരണ മിക്കവാറും ഉള്ളവർ ഇടുന്നത് ഉപ്പും മുളക് പൊടിയും മാത്രമേ എടുത്തോളൂ, പെപ്പർ ആൻഡ് സോൾട്ട്. സോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, ശകലം പെപ്പറിക്ക ആഡ് ചെയ്യാണ്. നമ്മൾ ഇന്ത്യൻസ് അല്ല, ഇച്ചിരി സ്പൈസസ് ഇരുന്നോണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഇച്ചിരി ശകലം പെപ്പറിക്ക ആഡ് ചെയ്യുന്നു. ശകലം ഗാർലിക്കും ഇടുന്നു. ഇതിന് നമുക്ക് ഇത്രയും മാരിനേഷൻ മതി. സാധാരണ ഇടുന്നത് ഉപ്പും കുരുമുളകും മാത്രമേ ഉള്ളൂ. ബിക്കോസ് നമ്മുടെ ഈ സ്റ്റേക്കിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും അതിനെ സ്പൈസസ് ഇട്ട് വൃത്തിയേടാക്കേണ്ട ആവശ്യമില്ല. സ്റ്റേക്കിൻ്റെ രീതിയിൽ തന്നെ കഴിക്കണം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ശകലം പെപ്പറിക്കയും ശകലം പിന്നെ ഗാർലിക്കും മാത്രമേ ഇട്ടിട്ടുള്ളൂ. സോ അതൊരു ചെറിയൊരു സ്പൈസിന് വേണ്ടി മാത്രം ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ഇടണ്ടെങ്കിൽ ഇടണ്ട, ഞാനത് ചെയ്തെന്നേ ഉള്ളൂ. ഓൾറൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബേക്കൻ കട്ട് ചെയ്യാം. ഇതിനെ അങ്ങോട്ട് മാറ്റി കുറച്ച് നേരം അവിടെ ഇരുന്ന് മാരിനേറ്റ് ആയിക്കോട്ടെ. നമ്മളവനെ വഴറ്റിയെടുക്കണം. സോ നമ്മൾ സ്റ്റേക്ക് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് അവിടെ ഇരിക്കട്ടെ. കുറച്ച് നേരം ബേക്കൻ കട്ട് ചെയ്തു. ഇവനെ നമുക്ക് വഴറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ബീൻസ് ഉണ്ടല്ലോ, നമ്മൾ ബോയിൽ ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ബോയിൽ. റൈറ്റ്, നമ്മുടെ ബീൻസ് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ശകലം ഉപ്പും ഇട്ടു. ബോയിൽ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് പൊട്ടറ്റോ നമുക്ക് ഒന്ന് ഇതാക്കിയെടുക്കാം. പെപ്പർ ആഡ് ചെയ്യുന്നു, കുറച്ച് സോൾട്ട്, പെപ്പറിക്ക, നമ്മുടെ കാശ്മീരി ചില്ലി. ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. നമ്മുടെ ബീൻസ് ഓൾമോസ്റ്റ് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. പുഴുങ്ങുന്നതിൻ്റെ കാരണം എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ടിരിക്കും നമ്മൾക്ക് ഇത് വഴറ്റിയെടുക്കുമ്പോൾ. സോ അതുകൊണ്ട് നമ്മുടെ പൊട്ടറ്റോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിങ്ങ് എടുക്കാം. നമ്മൾ ഈ ബേക്കൻ ഉണ്ടല്ലോ ഇടുന്നതിൻ്റെ കാരണം എന്താ പറയുക, ഈ ബീൻസിൻ്റെ കൂടെ ഇത് മാത്രം ചില സമയത്ത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ കിട്ടും. ഇതിൻ്റെ കൂടെ ഉപ്പിട്ടിട്ട് ബേക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ അടിപൊളിയായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ബേക്കൻ വഴറ്റിയിട്ട് ഈ ബീൻസിൻ്റെ കൂടെ ഇടുന്നത്. 75% കുക്ക് ചെയ്ത് ആകുമ്പോഴത്തേക്ക് ഈ ബീൻസ് ഇങ്ങോട്ടിടുന്നു, ഉപ്പ് ഇടുന്നു, കുറച്ച് പെപ്പറും ശകലം പെപ്പറിക്ക, ഗാർലിക്ക്, റെഡ് ചില്ലി ഫ്ലേക്സ്. സോ നമ്മൾ ഈ പ്ലെയിൻ ബീൻസ് ഇടുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് വരത്തില്ല, മുമ്പേ പറഞ്ഞായിരുന്നു. അതിൻ്റെ കൂടെ ഇച്ചിരി പെപ്പറും ഇച്ചിരി സോൾട്ടും ഇച്ചിരി ബേക്കനും ആ ഫ്ലേക്സും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഡിന്നർ കഴിക്കാൻ നല്ലൊരു ഡിഷായിട്ട് എടുക്കാം ഈ ബീൻസ്.
ബീൻസ് പ്ലെയിനായിട്ട് കഴിക്കുമ്പോഴാണ് നമ്മളെപ്പോഴും പറയുന്നത് ബീൻസ് കൊള്ളത്തില്ലെന്ന്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിതിൻ്റെ ചേരുവകളൊക്കെ കറക്റ്റായിട്ട് ചേർക്കാമെങ്കിൽ ബീൻസ് ഒരു അടിപൊളി സാധനമാണ്, ഹെൽത്തിയുമാണ്. സെയിം കാസ്റ്റ് അയണിനകത്താണ് സ്റ്റേക്ക് ഉണ്ടാക്കുന്നത്. സോ നമ്മൾ സ്റ്റേക്ക് ആ സെയിം ചൂടിൽ താണ്ടേ നമുക്ക് ആ സൗണ്ട് വരണം. ഇത് കണ്ടില്ലേ, 2 വെക്കുന്നു. സ്റ്റേക്ക് ഉണ്ടല്ലോ, ഒരു 2 to 3 minutes ഈച്ച് സൈഡ് കുക്ക് ചെയ്യണം ആദ്യമേ. ഇതിനകത്ത് ഓയിലൊന്നും ഒഴിക്കേണ്ട, കാരണം ഓയിൽ ഓടി ഉണ്ട്. അതിനുശേഷം ഇച്ചിരി വലിയ സൈസ് സ്റ്റേക്കാണ്, തിരിച്ച് മറിച്ച് ഇട്ടതിന് ശേഷം പിന്നെ ഒരു 3 minute. അതിനുശേഷം ഇച്ചിരി വലിയ സൈസ് ആയതുകൊണ്ട് ഞാനിത് ഓവനകത്തും വെക്കുന്നുണ്ട്. സൈസിനനുസരിച്ചാണ് ഓവനകത്ത് വെക്കുന്നത്. ഇച്ചിരി വലിയ സൈസാണെങ്കിൽ ഇത്രയും രീതിയിലുള്ള ആണെങ്കിൽ അത് ഒരു 5 to 6 minutes ഓവനകത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അതിൻ്റെ അടിയിൽ ലുക്കര് എന്നാലും ആ സമയത്ത് അത് തിരിച്ചിടുക. തിരിച്ചിട്ട് ഇതുണ്ടോ, ഒന്നും ചെയ്യാൻ പാടില്ല. തിരിച്ചിട്ടതിന് ശേഷം ഇതിന് ശേഷം നമ്മൾ ഇച്ചിരി കണ്ടോ, ഇത് കണ്ടോ. സോ ഇറ്റ്സ് ലിറ്റിൽ ബിഗ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഓവനകത്ത് വെക്കുന്നത്. സോ നമുക്ക് പുട്ട് ഓവൻ ഹൗസ് ഓഫ് 2 സൈഡും ഓൾമോസ്റ്റ് ഒരു 3 minutes വെച്ച് ഇതുണ്ടോ. ലുക്കര്. സോ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഓവനിൽ വെക്കാൻ പോവുകയാണ്. ഞാൻ പിന്നെ ഇത് കണ്ടോ, ഈ സൈഡൊക്കെ കണ്ടോ ഇച്ചിരി വേവനുണ്ട്. അതിന് വേറൊരു പരിപാടിയുണ്ട്, നമ്മൾ ബട്ടർ ഇട്ടിട്ടൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇച്ചിരി ബട്ടർ ഞാൻ ചേർത്ത് ശകലം ബട്ടർ മേളി വെച്ച് ഇത് കണ്ടോ, ചുമ്മാ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ചോറ് ബട്ടർ വെച്ചിട്ട് നമ്മളിതിനെ ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്തിടാം ചേരും. അതിനുശേഷം ഇതിനെ നമ്മളങ്ങ് അടയ്ക്കുന്നു. ഫോയിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെറുതായിട്ടൊരു ഫോയിൽ വെക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഓൾറൈറ്റ്. നമ്മളിനി ഇവനെ താണ്ടേ നമ്മുടെ ഓവനിലോട്ട് വെക്കുകയാണ്. 275 വെച്ചേക്കുന്നത്. സോ അവിടെ ഇരുന്ന് ഒരു 5 to 10 minutes. കാരണം ഇത് കണ്ടില്ല, നിങ്ങൾ ഇച്ചിരി വലിയ സൈസാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി 5 to 10 minutes അവിടെ ഇരിക്കും. 5-6 minute ആയി, നമ്മൾ എടുക്കുകയാണ്. ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം അടുത്തത് ചെയ്യുന്നത് കണ്ടില്ലേ, അടിപൊളിയായി വരുന്നുണ്ട്. കുറച്ച് ബട്ടർ ഇടുന്നു, കുറച്ച് ഗാർലിക് ഇടുന്നു, കൂടെ ശകലം ഓയിൽ ഒഴിക്കുന്നതിൻ്റെ കാരണം എന്താ അറിയാമോ, ഇതിനകത്ത് ഓയിലുണ്ട്. നമ്മുടെ ഈ ബട്ടർ അന്നേരം ഡാർക്ക് ആവത്തില്ല കൂടുതൽ. അതോടൊപ്പം തന്നെ നമ്മൾ റോസ്മേരി ഇടുന്നു. അടിപൊളി റോസ്മേരിയുടെ മണം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഉണ്ടാക്കുന്നത് മീഡിയം വെല്ലാണ്, മീഡിയം റെയർ അല്ല. സാധാരണ എല്ലാവരും റെയറാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഗാർലിക്കും ഇതുണ്ടല്ലേ, ഒരു പാത്രം നല്ല ടേസ്റ്റാണ്. ഈസിയാണ് ഈ റെസിപ്പി ഗായ്സ്, വെറും ഈസി. ഇത് ഞാൻ ഓവനിൽ വെച്ചതിൻ്റെ കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് ഇച്ചിരി ഉണ്ടോ, ഇതുണ്ട്, ഇച്ചിരി നല്ല സൈസായത്, അതുകൊണ്ടാണ് ഓവനിൽ വെച്ചത്. നമ്മളിങ്ങനെ ഇതെടുത്തിട്ടുണ്ടല്ലോ, ഇച്ചിരി സ്പൂൺ വെച്ച് ഇങ്ങനെ നല്ലോണം കുക്കായി വരും. ഈ സ്റ്റേക്ക് സാധാരണ ഒരു കടയിലൊക്കെ പോയി മേടിക്കുമ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നമുക്ക് തന്നെ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇത് കുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഈസി ആയിട്ട് വീട്ടിലൊക്കെ കുക്ക് ചെയ്യാം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം ഇപ്പം ഒരു മീഡിയം റെയർ ആയിട്ടുണ്ട് ഇത്. സോ നമ്മളാക്കുന്നത് മീഡിയം വെൽ ഡൺ ആണ്. വെൽ ഡൺ അല്ല, മീഡിയം വെൽ.
ഓക്കെ, അതാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം. അത് വലിയ ബ്ലഡ് ചെറുതായിട്ടേ കാണത്തുള്ളൂ അന്നേരം നമുക്ക് അതായിരിക്കും ബെറ്റർ. പക്ഷേ വെൽ ഡൺ ആക്കി സ്റ്റേക്കിനെ നശിപ്പിക്കരുതെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ഓൾറൈറ്റ് ഗായ്സ്, നമ്മുടെ ടെമ്പറേച്ചർ നോക്കുന്നൊരു സാധനമാണ് ഇത്. 135 നമ്മുടെ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിനി റെസ്റ്റ് ചെയ്യണം, കുറച്ച് റെസ്റ്റ് ചെയ്യണം. അതാണ് മെയിൻ സംഭവം, റെസ്റ്റ് ചെയ്യിപ്പിക്കണം. ഇരിക്കട്ടെ കുറച്ച് നേരം. ഗാർലിക്ക് 2 അവിടെ ഇങ്ങോട്ട് നമുക്ക് സ്റ്റേക്ക് റെസ്റ്റ് ആവുന്ന ആ സമയം കൊണ്ട് നമുക്ക് സോസ് ഉണ്ടാക്കാം. മഷ്റൂം സോസ്. അതിന് വേണ്ടി കൊച്ച് ഉള്ളി, ഷാലറ്റ്സ്, മഷ്റൂം, സോൾട്ട്, പെപ്പർ കിടക്കട്ടെ. ഇവനെ നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ സോസ് ഒഴിക്കുന്നുണ്ട്. ശകലം ബ്രിങ് ഔട്ട് ശകലം ഒഴിക്കാവൂ. ശകലം ബീഫ് സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ലൈറ്റ് ക്രീം ആണ് ഉപയോഗിക്കുന്നത്. സോൾട്ട് കൂടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് വേണ്ട, ഹെവി അല്ലാണ്ട് നല്ലോണം ലൂസായിട്ട് തന്നെയാണ്. ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട് സോസ്. ഇച്ചിരി കൂടെ ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സോസ് റെഡിയാവും. സോ ഇത് കണ്ടില്ലേ സ്റ്റേക്ക്, പെർഫെക്റ്റ്. ലുക്ക് അറ്റ് ഇറ്റ്. മീഡിയം വെൽ, ഓൾമോസ്റ്റ് മീഡിയം വെൽ, മീഡിയം റെയറിൻ്റെ ഇടയ്ക്കായിട്ട് വന്നിട്ടുണ്ട് സംഭവം. അല്ലേ, ഓൾറൈറ്റ്, ഗുഡ്. നമുക്കിതൊന്ന് അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. റോസ്മേരിയും ഒരു ഗാർലിക്കും ഇച്ചിരി. അതിനുശേഷം നമുക്ക് കുറച്ച് പൊട്ടറ്റോ വെക്കാം. അതിനുശേഷം കുറച്ച് നമ്മുടെ ബീൻസ് വെക്കാം. റൈറ്റ്. അതിനുശേഷം നമ്മുടെ സോസ് ഒഴിക്കാം. നമ്മുടെ സ്റ്റേക്കിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. കുക്ക് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ, ഈസി പ്രോസസ്സ് അല്ലായിരുന്നു. സോ അതോടൊപ്പം തന്നെ നമ്മൾ പൊട്ടറ്റോ ഉണ്ടാക്കി, ബീൻസും ഇച്ചിരി ബേക്കനൊക്കെ ഇട്ടിട്ട് ബീൻസൊക്കെ ഉണ്ടാക്കി. സ്റ്റേക്ക് നമ്മൾ ഒരു മീഡിയം റെയർ, മീഡിയം വെൽ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കും. ഒരു ശകല നേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ വെൽ ഡൺ ആക്കാം. അതിൻ്റെ ആവശ്യമില്ല, സ്റ്റേക്ക് അങ്ങനെ ആരും കഴിക്കാറില്ല. സോ ഇതാണ് വേണ്ടത്. സോ നിങ്ങൾ കണ്ട് പ്രോസസ്സ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മഷ്റൂം സോസ് ഉണ്ടാക്കി. ഈസിയാണ് മഷ്റൂം സോസ് ഉണ്ടാക്കാനും. നിങ്ങൾ മഷ്റൂം സോസ് ഉണ്ടാക്കണമെന്നില്ല. എനിക്ക് മഷ്റൂം സോസ് അതിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോൾ ഒരു സുഖമാണ് സ്റ്റേക്ക് കഴിക്കാൻ, അതുകൊണ്ട് ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ ടേസ്റ്റ് ചെയ്യുന്നവരിവിടെ ഉണ്ട്. ജേക്കബ് ഉണ്ട്, ജോസഫ് ഉണ്ട്. ഹലോ പറഞ്ഞെല്ലാവരും. ഓക്കെ, ഹലോ. ഇത് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യാം. ഡു യു മൈൻഡ് ഇഫ് ഐ ടേസ്റ്റ് ഇറ്റ് ഫസ്റ്റ്? ഓക്കെ, ലെറ്റ് മീ ട്രൈ. ഓക്കെ, ഒരു ബൈറ്റ് എടുത്ത് നോക്കട്ടെ. It's good. Bacon? അമ്മമാർക്കെല്ലാം ബേക്കന്മാരാണ് ഇഷ്ടം. ബേക്കൻ? Alright. Now give me a steak, okay? Guys. And let me know how it tastes, okay? Be honest. കള്ളം പറയില്ലേ? You like that sauce? Sauce is good. Sauce are key. Guys, now. ചവച്ച് കഴിക്കണം കേട്ടോ. Yeah, chew ചെയ്ത് കഴിക്കണം, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് കയറും. How's it? Like it? Wow. Don't lie to the camera. Guys, don't lie to the camera. You're not lying? Tastes good or no?
ഓക്കെ ജേക്കബ് Good. കൊള്ളാവോ ടേസ്റ്റ് കള്ളം പറയാമോ ക്യാമറ എടുത്ത് No. നമുക്ക് ഒരു പീസ് നമ്മുടെ ക്യാമറ ഗേളിന് കൊടുക്കാം എന്നാ പിടിച്ചോളൂ ഓൾറൈറ്റ് ഓക്കെ നമുക്ക് പൊട്ടറ്റോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഗായ്സ് Good man. You guys want to try potato? Yeah. Okay. നല്ല അഭിപ്രായം പറയണം കേട്ടോ കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയണം ഓക്കെ ഗോ ഗോ Good? Okay. Really good, right? Alright. ഞാൻ ഈ സ്റ്റേക്കിൻ്റെ ഉണ്ടല്ലോ ഒരു അടിപൊളി പീസ് എടുത്ത് ഇച്ചിരി പൊട്ടറ്റോയും ഇച്ചിരി മഷ്റൂം സോസും കഴിച്ച് ഒരു പിടി പിടിക്കട്ടെ That's a great stock. Great steak. കണ്ടോ കാണിച്ചേ കണ്ടോ ഷുവലിക്കോ വേറൊരു പീസ് വേണ്ട ഇങ്ങനെ ആയിരിക്കണ്ട steak. Really good. Man, I want to do one more piece so badly. Can I give you a piece? What's up? All right. So, beans should know that. Really good. ഇത് നമ്മൾ കഴിച്ചു തീർക്കുന്നതായിരിക്കും ഇത് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓൾ ഷോ കാണിക്കണം സോ നിങ്ങൾ കണ്ടല്ലോ അടിപൊളിയായിരുന്നു സ്റ്റേക്കും എല്ലാ കാര്യങ്ങളും സോ നിങ്ങളുടെ വീട്ടിലൊക്കെ ട്രൈ ചെയ്യുക ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈസിയാണ് റെസിപ്പി ഓൾറൈറ്റ് ഇഫ് യു നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കണം കണ്ടതിന് ശേഷം ലൈക്ക് അടിക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ കുഴപ്പമില്ല സോ നിങ്ങളേതും കയറി കാണണം നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് ആണ് നമ്മൾ പിന്നെയും വീഡിയോ ഉണ്ടാക്കാൻ തോന്നുന്നത് സോ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ അപ്പോൾ അന്നേരം കുറേ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് അകത്താക്കിയത് കാരണം ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് വെളിയിൽ സോ നമ്മളിപ്പോൾ എല്ലാം ആക്കുവാണ് സോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റം ഫുഡാണ് ഇനി കാണിക്കാൻ ശ്രമിക്കുന്നത് സോ നമുക്ക് ട്രൈ ചെയ്യാം കാരണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം ഈസിയാണ് ഇതെല്ലാം ചെയ്യാനും സോ ടിൽ നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ and bye bye. See ya. Go. What did you say? You're recording. No, I'm not recording. What did you say? It is good. And you say something else? You weren't lying?